അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി. എൻ്റെ പേര് അൽജോ. ഞാൻ വരുന്നത് മലയാറ്റൂരിൽ നിന്നാണ്. ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് മമ്മിയുടെ ഉടമ്പടി നിന്നിട്ടാണ്. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ്. ഈ ഒരു ദൈവാനുഭവം എനിക്ക് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ നേഴ്സിംഗ് പഠിച്ചത് ഓസ്ട്രേലിയയിലാണ്. ഞാൻ ജസ്റ്റ് പാസ് ഔട്ടായി ഇപ്പോൾ ജോലിക്ക് കയറിയതിരുന്നുള്ളൂ. അപ്പോൾ എനിക്കൊരു വലിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ പഠിക്കാൻ പോയ സമയത്ത് അത് ഞാനൊരു തേർഡ് ഇയറിലേക്ക് എൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്തിരുന്ന ആ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ ഉണ്ടായൊരു ഇഷ്യൂ ആണ്. എനിക്കെതിരെ എൻ്റെ ഒപ്പം വർക്ക് ചെയ്ത ഒരു സ്റ്റാഫ് ഞാൻ കെയർ കൊടുക്കണ പേഷ്യൻറ്റിന് ഞാൻ ചെയ്തിട്ടില്ലാത്ത കാര്യം മാനിപ്പുലേറ്റഡ് ആയിട്ട് എനിക്കൊരു അലിഗേഷൻ വന്നു. ആ അലിഗേഷനാണെങ്കിൽ നമ്മൾ അവിടെ പറയുന്നത് വെച്ചാൽ സാഴ്സ് ഇൻസിഡൻറ്റ് 1 എന്ന് പറയും. എന്ന് വെച്ചാൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ അത് നമ്മുടെ ഒരു ഫെസിലിറ്റിയുടെ ഉള്ളിൽ തന്നെ അതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കും. അത് കഴിഞ്ഞിട്ട് അതൊരു പോലീസ് ലെവലിൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കും. അതിൽ നമ്മൾ സസ്പെക്റ്റഡ് ആയിട്ട് നമ്മളിപ്പോൾ നമ്മൾ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് കയറി പോകാനും അത്ര ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ ഞാനത് പ്രൂവ് ചെയ്യണം. ഞാൻ അങ്ങനെ ഒരു ഇഷ്യൂവിൽ നമ്മളിവിടെ തന്നെ നമ്മൾ കേസ് തെളിയിക്കണ പോലെ നമ്മൾ അവിടെ തന്നെ പ്രൂവ് ചെയ്യണം. അതും ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ഫസ്റ്റ്. ആ ഇൻ്റർവ്യൂവിലാണെങ്കിൽ ഞാനാ സംസാരിക്കാൻ പറ്റുള്ളൂ. എൻ്റെ ഒപ്പം സപ്പോർട്ട് പേഴ്സണോ അങ്ങനെയുള്ള ആർക്കും സംസാരിക്കാൻ പറ്റില്ല. അപ്പം മൊത്തം എൻ്റെ ഇതിലാണ്. ഞാൻ തന്നെ ഈ ഇഷ്യൂ ഞാൻ ചെയ്തിട്ടില്ല എന്നും ആ സമയത്ത് എനിക്ക് 21 വയസ്സുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് അവർ പറഞ്ഞിരുന്ന അന്ന് ഒരു സുപ്രഭാതത്തിന് എൻ്റെ ബ്രേക്ക് കഴിഞ്ഞു എന്ന് പറയുന്നു വന്നിട്ടാണ് മാനേജർ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, നിനക്കിപ്പോൾ ഈ ഫെസിലിറ്റിയിൽ നിന്ന് നിനക്ക് പോവാം, ഈ ഫെസിലിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ആരുമായിട്ട് സംസാരിക്കാൻ പറ്റില്ല. എൻ്റെ ആണെങ്കിൽ ഫ്രണ്ട്സും എല്ലാവരും നമ്മൾ ആ ഫെസിലിറ്റി തന്നെയാണ്. പക്ഷേ അപ്പോൾ എനിക്കിതൊന്നും സംസാരിക്കാൻ പറ്റില്ല, ഭയങ്കര ഇതായിട്ട് വെക്കണം അത്. എന്നിട്ട് ഞാൻ അതിൽ നിന്ന് പോകുകയും ചെയ്തു. നമ്മൾ തന്നെ ഇതൊക്കെ ഫുൾ സംസാരിക്കണം. അപ്പോൾ ഇതൊക്കെ ഉണ്ടാവണേക്കാളും മുമ്പ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യത്തിൽ ഉണ്ടായെന്ന് വെച്ചാൽ എനിക്ക് മെസ്സേജ് കിട്ടിയത് എൻ്റെ സ്വപ്നത്തിൽ കുറേയാണ്. അപ്പോൾ അതേപോലത്തെ സ്വപ്നം നമ്മൾ രാവിലെ നമ്മൾ ഓർത്തിരിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ വീട്ടിൽ പറയുകയും ചെയ്യും ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടു. അങ്ങനെയാണ് ആദ്യത്തെ സാക്ഷ്യം ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ സാക്ഷ്യം ആയിരുന്നപ്പോഴും ഞാൻ അവിടെ പോയി എൻ്റെ പ്രാർത്ഥനകളും വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പ്രാർത്ഥനകൾ പല സമയത്ത് മുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം പല സമയത്തുള്ള ജോലിയും ഇതൊക്കെ ആയപ്പോഴും എൻ്റെ പ്രാർത്ഥനയുടെ ഒരു ഇത് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ പല ടൈമിലായി പ്രാർത്ഥന. അപ്പോൾ ഞാൻ ഈ ഇഷ്യൂ ഉണ്ടാവണേക്കാളൊരു 4-5 മാസം മുമ്പ് ഒരു സ്വപ്നം കണ്ടായിരുന്നു. ഒരു ബീച്ചാണത്, ആൾക്കാരും ഈ മാതാവിൻ്റെ ഈ ഒരു ബാക്കിൽ നിൽക്കുന്ന ആ ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ. അപ്പോൾ കടലടിച്ച് കയറി വരാണ്. അപ്പോൾ ഞാനത് ശരിക്കും രാവിലെ കണ്ടിട്ട് എനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോൾ കാല് വേർക്കും. അങ്ങനെ ഒരു സ്വപ്നമായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു സിഗ്നൽ തന്നിട്ട് ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥന പോയതിൻ്റെ ആയിരിക്കാം. അപ്പോൾ ഈ കടലടിച്ച് കയറി വരുമ്പോൾ ഞാൻ ഈ മാതാവിൻ്റെ ഫോട്ടോയിൽ പിടിച്ച് നിൽക്കണുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഇഷ്യൂ വന്നത്. ഈ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് അപ്പോൾ ഞാൻ അവിടെയാണ് ആ ഒരു അലിഗേഷൻ്റെ പേപ്പർ വന്നിട്ട് അമ്മ അച്ഛൻ്റെ അടുത്ത് വന്ന് മെസ്സേജ് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അച്ഛൻ മാതാവിൻ്റെ അടുത്ത് വെച്ച് അത് പ്രാർത്ഥിക്കുക ചെയ്താണ്. അച്ഛൻ പറഞ്ഞു മാതാവിൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്, ഇഷ്യൂ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞു പോയത്. ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു 2 ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും സ്വപ്നം കാണാണ്. ഞാൻ ഇവിടെ പ്രാർത്ഥിക്കാൻ വരാണ്. അപ്പോൾ ഞാനിവിടെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഈ മാതാവിൻ്റെ ഫോട്ടോ ഇവിടെ ഇല്ല. അപ്പോൾ ഞാൻ ഈ കയറി ബാക്കിൽ വന്ന് ഒരു ബ്രദറിൻ്റെ അടുത്ത് ചോദിച്ചു മാതാവ് എവിടെയാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ആ ബ്രദറിൻ്റെ അടുത്ത് മാതാവ് റെഡി ആവാണെന്നാണ് പറഞ്ഞത് ആ സ്വപ്നത്തിൽ. അന്ന് ആ സ്വപ്നം തീരുകയും ചെയ്ത് പിന്നെ ആ ഇൻ്റർവ്യൂവിൻ്റെ സ്ഥലത്ത് ഞാൻ ചെയ്യണം. അപ്പോൾ ഞാൻ മാതാവിൻ്റെ ഉപ്പെടുത്ത് എൻ്റെ ആ ഫെസിലിറ്റിയുടെ അവിടെ വെക്കുകയും ചെയ്ത്. കാരണം ഇത് തെളിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ നാട്ടിലേക്ക് കയറി വരും ചെയ്യണം. കാരണം ഞാൻ നേഴ്സിംഗാണ് ആ സമയത്ത് പഠിച്ചുകൊണ്ട് രജിസ്റ്റർ നേഴ്സിനുള്ളത്. ഞാൻ സെയിം സെക്ഷനിലാണ് വർക്ക് ചെയ്യണം. പിന്നെ എനിക്ക് എൻ്റെ ആ ഒരു രാജ്യത്തോ അല്ലെങ്കിൽ വേറെ രാജ്യത്തോ എനിക്ക് പോകാൻ പറ്റില്ല. അത്ര വലിയൊരു ഇഷ്യൂ ആവും നമ്മൾ ചെയ്തിട്ടില്ല എന്നിരുന്നാൽ പോലും. കാരണം അവരെൻ്റെ അടുത്ത് അന്ന് രാത്രി പറഞ്ഞതല്ല, 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അലിഗേഷൻ പേപ്പറിന്ന് കൊണ്ട് വരും. അലിഗേഷൻ നമ്പർ 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എഴുതി തരും. ഇത് നിന്ന കുറ്റങ്ങളാണ് നിനക്കെതിരെ വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ ഇത് ആ പേഷ്യൻറ്റ് പറഞ്ഞ കുറ്റങ്ങളല്ല. എനിക്ക് എൻ്റെ ഒപ്പം വർക്ക് ചെയ്ത സ്റ്റാഫ് ആ മുറിയിൽ ഒരു ക്യാമറ പോലും ഇല്ല. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് അയാൾ ചെയ്തൊരു തെറ്റ് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനത് പുറത്ത് പറയുമെന്ന് പേടിച്ചിട്ടാണോ അയാൾ ചെയ്യുന്നത് എനിക്ക് ഇപ്പോഴും അറിയില്ല. അന്ന് അയാൾ അങ്ങനെ ഒരു കുറ്റം പറയുകയും ചെയ്തു. എൻ്റെ ഇതിൽ വന്നത് എൻ്റെ അടുത്ത് പറഞ്ഞതിനേക്കാളും ഒരു 10 ഇരട്ടി കനത്തിലുള്ള ഞാനിപ്പോഴും നമുക്ക് സ്വപ്നത്തിൽ ആലോചിക്കാൻ പറ്റില്ല നമ്മൾ അങ്ങനെ ഒരാളുടെ അടുത്ത് ചെയ്യുമോ എന്ന്. അങ്ങനത്തെ ഒരു അപ്പാപ്പൻ്റെ അടുത്ത് അങ്ങനത്തെ ഒരു സാധനം വന്നു കഴിഞ്ഞപ്പോൾ ഞാനും വളരെയായിട്ട് തളർന്നു. കാരണം ഇത് എങ്ങനെ പ്രൂവ് ചെയ്യുമെന്ന് എൻ്റെ മുമ്പിൽ ഒരു മാർഗ്ഗം ഉണ്ടായില്ല. പക്ഷെ എങ്ങനെയാണെന്ന് അറിയില്ല. ഇതിനെക്കുറിച്ച് അറിയണവരായാലും ഇതൊക്കെ മുൻപ് ഇതെങ്ങനെ ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് നേരിടണമെന്ന് നമുക്കൊരു എൻ്റെ ഒപ്പം ആൾക്കാർ വരാ ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യാൻ. അതേപോലെ എൻ്റെ അടുത്ത് സംസാരിക്കാൻ ചെന്നപ്പോഴായാലും നമ്മളിപ്പം മലയാളത്തിലാണ് ഞാൻ ഒരാളുടെ അടുത്ത് സംസാരിക്കണമെങ്കിൽ ഞാൻ 10 അങ്ങോട്ട് തന്നെ നിങ്ങൾക്ക് 10 തന്നെ അങ്ങോട്ട് കിട്ടും. കാരണം ഞാൻ സംസാരിക്കണത് അത് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ നമ്മൾ വേറൊരു രാജ്യത്ത് അവരുടെ ഭാഷയിൽ നമ്മൾ സ്ട്രെസ്സായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ 10 ഇതിലിട്ടാണ് സംസാരിക്കുന്നത്, നിങ്ങൾക്ക് 5 കിട്ടുള്ളൂ. കാരണം നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡും ആണ്, ഭാഷയും വേറാണ്, നമ്മുടെ ഇമോഷൻ നമുക്ക് അവിടെ ഏൽപ്പിക്കാനും പാടാം. പക്ഷേ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഞാനല്ല ആ ഇൻ്റർവ്യൂവിൽ സംസാരിച്ചതെന്ന്. കാരണം അവരുടെ ഇൻ്റർവ്യൂ കൊണ്ട് മുമ്പിൽ
മാതാവാണ് എനിക്ക് വേണ്ടി എന്നിലൂടെ സംസാരിച്ചത്. ആ ഇഷ്യൂ അവർ പറഞ്ഞ വെച്ചാൽ 1 മാസം 2 മാസത്തോളം നീണ്ടു നിൽക്കാൻ പോകുന്ന ഇഷ്യൂ ആണ്. അപ്പോൾ എനിക്ക് വർക്ക് ചെയ്യാനും പറ്റില്ല. അപ്പോൾ പിന്നെ അതിലുണ്ടായെന്ന് വെച്ചാൽ അത് വെറും 14 ദിവസം കൊണ്ട് ആ ഇഷ്യൂ ക്ലിയർ ആയി. എൻ്റെ അടുത്ത് ആ സെയിം ഫെസിലിറ്റി തന്നെ ജോലിക്ക് കയറിക്കോളാൻ പറഞ്ഞു. അവർ എന്നെ അടുത്ത് വിളിച്ച്. പക്ഷെ ഞാൻ ആ ജോലിയിൽ പിന്നെ കയറിയില്ല. പക്ഷെ ഇത്രയും വലിയൊരു ഇഷ്യൂ മാതാവ് എനിക്ക് വളരെ സിമ്പിളായിട്ടൊരു മല പോലെ വന്ന എലി പോലെ എന്ന് പറയില്ലേ, അതേപോലെ വലിയൊരു ഇഷ്യൂ ആണ്. എൻ്റെ ഫ്യൂച്ചറെ തകർത്ത് കളയാൻ പറ്റുന്ന ഒരു ഇഷ്യൂ ആണ് ഒരു ചെറിയൊരു ഇൻ്റർവ്യൂവിൽ അത് എനിക്ക് സിമ്പിളായിട്ട് തന്നത്. അപ്പോൾ ഇത്ര വലിയ അനുഗ്രഹം എന്ന മാതാവിനും ഈശോയ്ക്ക് 1000 നന്ദി. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ മുമ്പിലും എൻ്റെ പേഷ്യൻറ്റിനെ ഈശോനെ കണ്ട് തന്നെ ഞാൻ അവരെ അങ്ങനെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ പാർട്ട് ടൈമായിട്ട് ജോലി കിട്ടുന്ന പൈസയും കൊണ്ടായാലും നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. പിന്നെ വീട്ടിലായാലും മമ്മിയുടെ മടി എടുത്തിട്ട് മമ്മിയുടെ കാരുണ്യപ്രവൃത്തികളായാലും ചെയ്യാറുണ്ട്. കൃപാസന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ആദ്യം തന്നെ ഈ കൃപാസന അൽത്താരയിൽ ഞങ്ങളുടെ കുടുംബത്തെ ഉയർത്തിയതിനോർത്ത് നന്ദി പറയുകയാണ്. ഞാൻ 2019 ഉടമ്പടി എടുത്താണ് ഒരു വ്യക്തിയാണ്. സിൽവർ ഉടമ്പടി വരെ എത്തണം, അങ്ങനെ ഒരു നിയോഗം വെച്ച് മാത്രമാണ് ഞാൻ കയറിയത്. സത്യത്തിൽ എൻ്റെ നിയോഗങ്ങളൊന്നും ഞാൻ എഴുതാറില്ല. ഇവിടെ വരുമ്പോൾ ഒത്തിരി പേരുടെ കണ്ണീര് കാണുമ്പോൾ അതെനിക്ക് വല്ലാത്ത വേദനയായിട്ട് തോന്നാറുണ്ട്. ഞാൻ എൻ്റെ നിയോഗങ്ങളെല്ലാം മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ഞാൻ നിയോഗങ്ങൾ എഴുതി പോയേക്കണ ദിവസങ്ങൾ വരെയുണ്ട്. ഈ മക്കൾക്ക് വേണ്ടിയിട്ടും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും ഒത്തിരി വേദനയോടെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു ഒരുങ്ങി. എൻ്റെ മക്കളെ എൻ്റെ കരങ്ങളിൽ നിന്ന് ഞാൻ അമ്മയുടെ കരങ്ങളിലേക്ക് ഒരു 19ാമത്തെ വയസ്സിൽ എൻ്റെ മൂത്ത മോനെയും എൻ്റെ ഇളയ മോനെയും അതേപോലെ തന്നെ 19ാമത്തെ വയസ്സിലും ഞാൻ അമ്മയെ ഈശോയെ ഏൽപ്പിച്ചാണ് ഇവിടെ നിന്ന് പുറം രാജ്യത്തിലേക്ക് വിദ്യാഭ്യാസ മേഖലയ്ക്ക് വിട്ടത്. എൻ്റെ മൂത്ത മകനായ എൻ്റെ ജീവിത പങ്കാളിയാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത്. ഇത് അൽജോ വർഗീസ് എൻ്റെ മൂത്ത മകൻ. ഇളയ ആൾ അലക്സ് വർഗീസ് എൻ്റെ അനിയൻ്റെ മകളാണ് ദിവ്യ. ഞാനങ്ങനെ ഉടമ്പടി കൂടെ കടന്നു പോകുമ്പോൾ എനിക്കൊരു വലിയ താങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണ് എൻ്റെ മോൻ പറഞ്ഞ ഈ ഒരു ഇത്. ഞാൻ അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ അലിഗേഷനും കൊണ്ട് ഞാൻ ഇവിടെ അച്ഛൻ്റെ അടുത്ത് വന്നു. അച്ഛനോട് ഞാൻ പ്രാർത്ഥിച്ചു. അച്ഛനോട് പറഞ്ഞു, നീ പേടിക്കേണ്ട, മാതാവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതേപോലെ അവൻ്റെ അടുത്ത് ഞാൻ ഫോണിൽ കൂടെ വിളിച്ച് അച്ഛനായിട്ട് സംസാരിച്ചു. അച്ഛൻ പറഞ്ഞു, നീ പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്യുക. അതത്രയും ചെയ്ത് വലിയൊരു അമ്മ വേറൊരു വ്യക്തിനെ ആ ഒരു അലിഗേഷൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി അവൻ്റെ കൂടെ നിൽക്കാനും ആ ഒരു സാറ് വന്ന് ഇവനെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. മാതാവിൻ്റെ ഈശോയുടെയും രൂപത്തിൽ ആ വ്യക്തിനെ അവിടേക്ക് വിട്ട് ആ കാര്യം സോൾവ് ആവുകയും ചെയ്തു. അതിനുശേഷം ഞാൻ അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചു. എൻ്റെ മക്കൾ 3 വർഷമായി പോയിട്ട്, മൂത്ത ആൾ പോയിട്ട് 3 വർഷമായി, നഴ്സിംഗ് കഴിഞ്ഞു. അവന് രജിസ്ട്രേഷൻ കിട്ടി, അവൻ TRലേക്ക് മാറി. PR-ന് ഇടുന്നതിന് മുമ്പ് അവൻ മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറയാനും, എൻ്റെ ഇളയ മോനായാലും ഒത്തിരി പ്രശ്നങ്ങളിൽ തടസ്സങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. അവന് ഓസ്ട്രേലിയയിൽ മൂത്ത ആൾ പഠിക്കുന്ന അതേ യൂണിവേഴ്സിറ്റി പഠിക്കുന്നു. അവനും നഴ്സിംഗ് പഠിക്കുന്നു, 2nd ഇയറിലേക്കായി. അപ്പം മാതാവും ഈശോയും ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ കുടുംബത്തിനെ ഈ അൽത്താരയിൽ ഉയർത്തിയതിനും ഇനിയുള്ള ജീവിതത്തിൽ ഞങ്ങൾ മാതാവിൻ്റെ നിത്യതയിലേക്ക് ആ ജീവിതം ഞങ്ങൾക്ക് മുന്നോട്ട് വഹിക്കുവാനുള്ള ഒരു വലിയ കൃപ കിട്ടുവാനും, അതേപോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ വിശ്വാസത്തിൻ്റെ ആഴപ്പെടുത്തി ഇത്രയും വലിയൊരു അനുഗ്രഹം തന്നതിനെ ഓർത്ത് ഒരുപാട് നന്ദി പറയുന്നു. ഈ വേള ഒരിക്കലും മരണം വരെ മറക്കാൻ പറ്റാത്ത ഒരു വലിയൊരു അനുഗ്രഹമാണ് മാതാവ് ഞങ്ങളെ ഈ അൽത്താരയിൽ ഉയർത്തിയതിന് പറഞ്ഞ് തീരാത്ത ഒത്തിരി അനുഗ്രഹങ്ങൾ നന്ദിയുണ്ട്. അതേപോലെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങളുടെ അടുത്ത് തന്നെ അനാഥശാലകളുണ്ട്, അവർക്കൊക്കെ ഭക്ഷണം വയ്ക്കുന്ന ഞാൻ വിൻസെൻ്റ് പോളിൻ്റെ ഒരു അംഗമായി പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ രാവിലെ അവർക്കുള്ള ഭക്ഷണങ്ങൾ അങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നതിലും, പിന്നെ അതേപോലെ ഞങ്ങൾ പൊതിച്ചോറ് കെട്ടി ഞങ്ങൾ രോഗികളുടെ അടുത്ത് കൊണ്ടുപോയി ഞാനും പപ്പയും കൂടി കൊണ്ടുപോയി ഞങ്ങൾ കൊടുക്കും. അപ്പോൾ 2 പേരും പുറത്താണെങ്കിലും ഞങ്ങൾക്ക് ചെയ്യാവുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞങ്ങൾ മറ്റുള്ളവരുടെ വേദനകളിലും ഞങ്ങളുടെ പ്രാർത്ഥനകളിലും അവരെ ഉൾക്കൊണ്ടിച്ച് ഒരു ദിവസം പോലും ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനകളെ മുടക്കാതെയും മറ്റുള്ളവരുടെ വേദനകളിൽ ഞങ്ങൾ പങ്കുചേർന്നും ഇതുവരെ ജീവിച്ച് ഇനിയുള്ള ജീവിതത്തിലും ഞങ്ങൾ മുന്നോട്ട് ഈശോയോടും മാതാവിനോട് ചേർന്ന് നിന്ന് മുന്നോട്ട് ജീവിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. യെശയ്യാ 51:22 തൻ്റെ ജനത്തിനു വേണ്ടി വാദിക്കുന്ന നിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ പരിഭ്രാന്തിയുടെ പാനപാത്രം നിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ എടുത്തു മാറ്റിയിരിക്കുന്നു, ക്രോധത്തിൻ്റെ പാനപാത്രം മേലിൽ നീ കുടിക്കുകയില്ല. അൽജോ വർഗീസ് എന്ന ഈ മകൻ തൻ്റെ ജീവിതം ഏറ്റവും ഗുരുതരമായ പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോൾ പരിശുദ്ധ കൃപാ